പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരംഗത്തെ കുറിച്ച് പറയാ, കാല ലമ്മാ കാന യൗമു ബദ്രിൻ നദറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീന. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളിലേക്ക് നോക്കി. വഹും അൽഫ്, അവർ 1000-ഓളമുണ്ട്. തുടർന്ന് പ്രവാചകൻ വ അസ്ഹാബുഹു, തന്റെ അനുയായികളേക്ക് നോക്കി. അവർ 319, അവർ 19ഓളം 319 ആളുകളുണ്ട്. ഫസ്തഖബലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ 1000-ഓളം വരുന്ന മുശ്രിക്കുകളും 319ഓളം വരുന്ന തന്റെ അനുയായികളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്തഖബലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബ്ല, പ്രവാചകൻ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു. സുമ്മ മദ്ദ യദൈഹി, എന്നിട്ട് തന്റെ കൈകൾ നീട്ടി ആകാശത്തേക്ക് ഉയർത്തി. ഫജഅല യഹ്തിഫു ബിറബ്ബിഹി, എന്നിട്ട് തന്റെ രക്ഷിതാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅത്നി, അല്ലാഹുവേ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ സഹായം നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ആതി മാ വഅത്നി, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ നിനക്ക് വേണ്ടി നിന്റെ ദീനിനു വേണ്ടി എല്ലാം വിട്ടൊഴിച്ചു വന്ന ഈ അനുയായി വൃന്ദം, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ ഒരു ചെറു സംഘത്തെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നുള്ള ഈ ഒരു സംഘം ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ, ലാ തുഅബ്ദു ഫിൽ അർളി അബദാ, പിന്നെ റബ്ബേ നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നാഥാ നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ എന്ന് ആവർത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കരങ്ങളും ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നോട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അങ്ങനെ ദീർഘിച്ചു ചെന്നപ്പോ ഫമാസാല യഹ്തിഫു ബിറബ്ബിഹി മാദ യദൈഹി മുസ്തഖ്ബിലൽ ഖിബ്ല ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരു ശരീരത്തിലിട്ടിരുന്ന, പ്രവാചകന്റെ തോളത്തിട്ടിരുന്ന പ്രവാചകന്റെ ചുമലിലെ വസ്ത്രം അത് താഴത്തേക്ക് ഉതിർന്നു വീണു. പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. തന്റെ തോളത്തിൽ നിന്ന് വസ്ത്രം മാറിയത് പ്രവാചകൻ അറിഞ്ഞിട്ടില്ല. കണ്ണുനീര് ധാരധാരയായി പ്രവാചകന്റെ കണ്ണിൽ നിന്ന് എറ്റി വീഴുന്നുണ്ട്. ആ പ്രവാചകന്റെ ആ പ്രാർത്ഥന അങ്ങനെ നീണ്ടുപോയപ്പോ ഫഅതാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു. ഫഅഖദ റിദാഅഹു ഫഅൽഖാഹു അലാ മുൻകിബൈഹി, നിലത്തേക്ക് വീണുപോയ ആ വസ്ത്രം എടുത്തുകൊണ്ട് പ്രവാചകന്റെ ചുമലിലേക്ക് ഇട്ടുകൊടുത്തു. സുമ്മൽതസമഹു മിൻ വറാഇഹി, ഒരൽപ്പനേരം പ്രവാചകന്റെ പിറകിൽ ആ പ്രാർത്ഥനയും നോക്കി നിന്നു. അള്ളാഹുവിന്റെ റസൂല് എല്ലാം തന്റെ റബ്ബിന് ഇട്ടെറിഞ്ഞുകൊണ്ട് തന്റെ റബ്ബിലേക്ക് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ റബ്ബിലെ തവക്കലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ നിന്റെ സഹായം നൽകണേ എന്ന്, അള്ളാഹുവേ നീ വാഗ്ദാനം ചെയ്ത സഹായം നൽകണേ എന്ന്, അള്ളാഹുവേ ഈ സംഘത്തെ ഇന്ന് നശിപ്പിക്കാൻ വിടരുതേ എന്ന് പടച്ചതമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഒരു സത്യവിശ്വാസിക്ക് പ്രയാസത്തിന്റെ ഘട്ടം വരുമ്പോ, ഒരു സത്യവിശ്വാസിക്ക് ഇതിലും വലിയൊരു പ്രയാസം ഇനി വരാനില്ല. തൊട്ടു മുന്നിൽ കാണുന്ന ശത്രുക്കള്, അതും സർവായുധ സജ്ജരായ ശത്രുക്കള്, മുസ്ലിമീങ്ങളെ ഉന്മൂലനാശം വരുത്തണമെന്ന് കരുതി അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ശത്രുക്കൾ, മുസ്ലിമീങ്ങളുടെ കൈകളിലാകട്ടെ സ്വന്തം ദേഹരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ഘട്ടം, അത്യാസന്നമായ ഘട്ടം, മുന്നിൽ മരണത്തെ കാണുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, അത്തരമൊരു ഘട്ടം വന്നാൽ, ശത്രുക്കളുടെ ആക്രമണം മുന്നിൽ നിന്ന് വന്നാൽ, ഓരോ ഭാഗത്തു നിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങൾ വരുമ്പോ, പല ഭാഗത്തു നിന്നും വരുമ്പോ, മീഡിയകളിലൂടെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, അതേപോലെ തന്നെ സാമ്പത്തികമായി മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുത്തപ്പെടുമ്പോ, മുസ്ലിമീങ്ങൾക്ക് നേരെ പല വിധത്തിലുള്ള അപഹാസങ്ങൾ ഉയരുമ്പോ, ആക്രോശങ്ങൾ ഉയരുമ്പോ, മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിന്, സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും വരുമ്പോ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന രീതി ആ റബ്ബിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുക, റബ്ബേ രക്ഷപ്പെടുത്തണേ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് റബ്ബിന്റെ സഹായമുണ്ടാകുമെന്നാ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അവസാനം തടയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വഖാല യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കദാക മുനാശദതുക റബ്ബുക, താങ്കളുടെ റബ്ബിനോടുള്ള താങ്കളുടെ മുനാശത മതി റബ്ബേ പ്രവാചകരെ. ഫഇന്നഹു സയൻജിസു ലക മാ വഅദക, അല്ലാഹു തആല താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും, അല്ലാഹുവിന്റെ വാഗ്ദാനം അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് മതി പ്രവാചകരെ, മതിയാക്ക് പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി ഇറങ്ങുന്നു. ഇത് തസ്തഈസൂന റബ്ബക്കും, ആ സന്ദർഭത്തെ കുറിച്ചാ പറയുന്നത്. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും
ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ ഇത് തസ്തഈസൂന റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിആസ നടത്തിയിരുന്ന സന്ദർഭം, സഹായം തേടിയിരുന്ന സന്ദർഭം, ഫസ്തജാബലക്കും അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി, അന്നീ മുമിദ്ദുക്കും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്, ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ തുടരെയായി ഇറങ്ങുന്ന ആവർത്തിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ടായി. മുസ്ലിമീങ്ങൾക്ക് സമാധാനമായി ആ മലക്കുകളുടെ ദൗത്യവും ആ മലക്കുകൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തത് എന്നും ഇവിടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു തആല വിശദീകരിച്ചിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂറത്തുൽ അൻഫാൽ അത് മുഴുവൻ വിശദീകരിക്കാനുള്ള സമയമില്ല. എല്ലാവരും ഇന്ന് വീട്ടിൽ പോയതിനു ശേഷം സൂറത്തുൽ അൻഫാലിലെ ആദ്യത്തെ 25ഓളം വരുന്ന ആ വചനങ്ങൾ ബദർ ദിനം നമ്മുടെ മുമ്പിൽ കൺമുന്നിൽ നടക്കുന്നത് പോലെ വിവരിക്കുന്ന ആ ഭാഗങ്ങളൊന്ന് ആവർത്തിച്ച് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വായിച്ചു നോക്കണം. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് പര്യാപ്തമാകും. ഏതായാലും അവിടെ മുസ്ലിമീങ്ങൾക്ക് സമാധാനമുണ്ടായി. പല ആളുകളും പലപ്പോഴും പറയാറുണ്ട്, ചില ആളുകൾ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞു, ബദറിൽ മലക്കുകൾ ഇറങ്ങി, അങ്ങനൊന്നും ഉണ്ടായില്ല, അത് വെറുതെ അങ്ങോട്ട് പറഞ്ഞതാണ്, അത് വെറും സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പല ആളുകളും വാദിച്ചു. അവർ അവരുടെ യുക്തി കൊണ്ട് ചിന്തിച്ചു, എന്തിനാ ആയിരക്കണക്കിന് മലക്കുകൾ, ഒരു മലക്ക് മതിയായിരുന്നില്ലേ, ഇക്കണ്ട മുശ്രിക്കുകളെ മുഴുവൻ വധിക്കാൻ ഒരൊറ്റ മലക്കിനെ കൊണ്ട് കഴിയുമല്ലോ, പിന്നെന്തിനാ ആയിരക്കണക്കിന്? ഇസ്ലാമിൽ യുക്തിക്ക് സ്ഥാനമില്ല എന്ന് വളരെ കൃത്യമായി ഈ ആയത്തുകൾ പഠിപ്പിക്കുക. ആ ആയത്തുകളിലൂടെ ആ മലക്കുകൾ അവിടെ ചെയ്തത് എന്താണ് എന്നും യുദ്ധത്തിൽ കൃത്യമായി അവർ പങ്കെടുത്തിരുന്നു എന്നും ആ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ ശത്രുക്കളുടെ ആ മലക്കുകൾക്ക് കൊടുത്ത നിർദ്ദേശം, ശത്രുക്കളുടെ പെരടി വെട്ടാൻ കൊടുത്ത നിർദ്ദേശമൊക്കെ ആയത്തുകളിൽ കാണാം. ഏതായാലും ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ആ ഹദീസിൽ അതിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം. അബൂ സുമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാല ബൈനമാ റജുലുൻ മിനൽ മുസ്ലിമീന യൗമഇദിൻ യഷ്തദു ഫീ അസ്രി റജുലിൻ മിനൽ മുശ്രികീന അമാമഹു ഇദ് സമിഅ ദർബതൻ ബിസ്സൗതി ഫൗഖഹു വസൗതൽ ഫാരിസി യഖൂലു അഖദിം ഹൈസൂം ഫനദറ ഇലൽ മുശ്രികി അമാമഹു ഫഹറ മുസ്തൽഖിയൻ ഫനദറ ഇലൈഹി ഫഇദാ ഹുവ ഖദ് ഹുതിമ അൻഫുഹു വശഖ വജ്ഹുഹു ഖദർബതിസ് സൗത് ഫഹറ ദാലികൽ അജ്മാ. അഥവാ മുശ്രിക്കുകളെ പിന്നാലെ പിന്തുടരുമ്പോ മുകളിൽ നിന്ന് ഒരു ചാട്ടയുടെ ശബ്ദം കേട്ടു. താൻ പിന്തുടരുന്ന ശത്രു മുശ്രിക്ക് ആ ചാട്ടയേറ്റ് വീഴുന്നത് അദ്ദേഹം കണ്ടു. മുഖത്ത് മൂക്കിന്റെ പാട പൊട്ട്, അതേപോലെ തന്നെ മുഖം ആകെ ചുളിഞ്ഞ് ആ ചാട്ടയുടെ പ്രഹര നിമിത്തം ആകെ വിളറി വെളുത്ത് മരണപ്പെട്ട് കിടക്കുന്ന ഒരു ശത്രുവിനെ ഞാൻ കണ്ടു. പക്ഷേ ചാട്ടയോ ചാട്ട കൊണ്ടുള്ള ആ അടിക്കുന്ന ആളെയോ ഞാൻ കണ്ടില്ല. ഞാൻ ലക്ഷ്യം വെച്ച് പോയ ശത്രുത അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഞങ്ങൾ പലരെയും ശത്രുക്കള് വെട്ടാൻ വേണ്ടി മുന്നോട്ട് ചെല്ലുമ്പോ ഞങ്ങൾ വാള് വീശുന്നതിന് മുമ്പ് അവരുടെ തലകൾ തെറിക്കുന്നത് ഞങ്ങൾ കണ്ടു, ആളെ ഞങ്ങൾ കണ്ടില്ല. അതേപോലെ തന്നെ മക്കത്തേക്ക് രക്ഷപ്പെട്ടോടിയ മുശ്രിക്കുകൾ പറഞ്ഞു, മക്കക്കാരോട് വിശദീകരണങ്ങൾ കൊടുക്കുന്ന അവസരത്തിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യാൻ, മുസ്ലിമീങ്ങളല്ല വിജയിച്ചത്, പക്ഷേ ആ മുസ്ലിമീങ്ങളുടെ കൂടെ വെളുത്ത ശുഭ്രവസ്ത്രധാരികളായ പലരെയും ഞങ്ങൾ അവിടെ കണ്ടു. അന്ന് വരെ കാണാത്ത പലരും, അവർ ആരൊക്കെ നേരെയോ ചൂണ്ടിയിട്ടുണ്ടോ അവരൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മുശ്രിക്കുകൾ സാക്ഷ്യം വഹിച്ചൊരു സംഭവം. ഈ വിഷയത്തിലാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ ചെട്ട ചില ആളുകൾ പറയുന്നത്, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല, ബദറിൽ മലക്കോളം ഇറങ്ങിയിട്ടില്ല, മലക്കുകൾ ഇറങ്ങുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് യുക്തിക്ക് നമ്മളെ ബുദ്ധിക്ക് സാധ്യമല്ല എന്ന് ചില ആളുകൾ പറയുന്നു. ഏതായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ അനിവാര്യമായ സംഗതികൾപ്പെട്ട ഒന്നാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും അല്ലാഹു തആല അത്തരം കാര്യങ്ങൾ വിശ്വസിക്കാനും ആ ബദർ ദിനവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അത് മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇബാദല്ലാഹി ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്നും അവന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും ക്ഷമാലുക്കളായി ജീവിക്കണമെന്നും സ്നേഹത്തോടു കൂടി എന്നോടും നിങ്ങളോരോരുത്തരോടും സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരൽപ്പം ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ അതിന്റെ തുടക്കം സവാദ് ബിൻ ഖസിയത്ത്, അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്ന് പറയുന്ന മുശ്രിക്കുകളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം
മുശ്രിക്കുകളോട് പറഞ്ഞു, ഇതാ മുഹമ്മദ് തടഞ്ഞു നിർത്തിയ ഹൗദിൽ നിന്ന് ഞാൻ ഇപ്പോൾ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. അതാണ് ബദർ യുദ്ധത്തിന്റെ വാളെടുത്തുള്ള ഫസ്റ്റ് തുടക്കമായി കാണുന്നത്. അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അദ്ദേഹം അസ്വദ് ബിൻ അബ്ദുൽ അസദിനെ തടഞ്ഞു. അദ്ദേഹത്തിന്റെ വാളുകൊണ്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടുകൊണ്ട് ശത്രുവിന്റെ കാലിന്റെ കണങ്കാല് വെച്ച് മുറിഞ്ഞു. പക്ഷേ മുറിഞ്ഞ കണങ്കാല് വകവെക്കാതെ ശത്രുക്കൾക്ക് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു നിർത്തിയ ഹൗദിന് നേരെ നിരങ്ങി നീങ്ങി ഹംസ റളിയല്ലാഹു അൻഹയുടെ രണ്ടാമത്തെ വെട്ടുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്, കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അത് കേട്ട ഉടനെ തന്നെ ഉത്തുബത്തും ഷൈബത്തും അതേപോലെ തന്നെ ഉത്തുബത്തിന്റെ മകൻ വലീദും കൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അവർ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു, ആരുണ്ട് ഞങ്ങൾക്ക് യോഗ്യരായവർ, അവർ വരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾപ്പെട്ട അൻസാരികൾ 3 പേര് വന്നു. അപ്പൊ ഇവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അൻസാരികള്, യോഗ്യരും മാന്യന്മാരും തന്നെ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോടും ഹംസ റളിയല്ലാഹു അൻഹയോടും അലി റളിയല്ലാഹു അൻഹയോടും കൂടിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അവർ 3 പേരും ഇറങ്ങി. അവർ 3 പേരും പരസ്പരം പുറപരുതി അവിടെ വെച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹയും കൂടി തന്റെ എതിരാളിയെ വകവരുത്തി. ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് കാലിന് പരിക്ക് പറ്റിയിരുന്നു, അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞിരുന്നു. അവർ 2 പേരും കൂടി ചെന്ന് ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റുമുട്ടുന്ന ശത്രുവിനെ വധിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ശത്രുക്കളുടെ കടന്നുകയറ്റമാണ് പ്രവാചകൻ മുസ്ലിമീങ്ങൾ കൊടുത്ത നിർദ്ദേശം, പ്രതിരോധിക്കുക എന്നായി. ആക്രമിക്കരുത്, പ്രതിരോധിക്കുക. എന്റെ നിർദ്ദേശം കിട്ടുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കരുത് എന്ന്. ശത്രുക്കൾ ഒരുപാട് പടപൊരുതി. അവരുടെ ആയുധങ്ങൾ തീർന്നു. അവർ ക്ഷീണിച്ചവശരായപ്പോ പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആക്രമിക്കുക. ആ ആക്രമണത്തിൽ അവർ വളരെയധികം ധൈര്യസമേതം ആക്രമിച്ചു. ആ സമയത്ത് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിന്റെ ചില രംഗങ്ങൾ പറയിപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിലെ ഓരോ രംഗങ്ങളും ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അദ്ദേഹം ചോദിക്കുന്നു പ്രവാചകരോട്, കാരക്ക തിന്നുകൊണ്ടിരിക്കുക, അദ്ദേഹം ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുണ്ട് ഇന്ന് രക്തസാക്ഷിയായി സ്വർഗത്തിലേക്ക് എത്താൻ? അദ്ദേഹം തന്റെ കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഇന്ന് മരണപ്പെട്ടാൽ സ്വർഗമാണോ? പ്രവാചകൻ പറഞ്ഞു, അതെ. അദ്ദേഹം തന്റെ കാരക്ക ചവച്ചിരുന്ന കാരക്ക തുപ്പിക്കൊണ്ട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാനിതാ രക്തസാക്ഷിയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് രക്തസാക്ഷിയായി. അതേപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് ഔഫ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, തന്റെ റബ്ബ് എപ്പോഴാണ് തന്റെ അടിമയെ നോക്കിച്ചിരിക്കുക? അതിൽ പ്രവാചകൻ പറഞ്ഞു, പടയങ്കിയില്ലാതെ ഒരു അടിമ ശത്രുമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ റബ്ബ് ആ അടിമയെ നോക്കിച്ചിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോ ശത്രുക്കളുടെ വെട്ട് തടുക്കാൻ വേണ്ടി ധരിക്കുന്ന പടയങ്കി അദ്ദേഹം വലിച്ച് അത് മറ്റൊരാൾക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ശത്രുമധ്യത്തിലേക്ക് ഇറങ്ങി രക്തസാക്ഷിയായി. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന സവാദ് ബിൻ ഗസിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രംഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് മുമ്പ് ആ അണികൾ ഇങ്ങനെ ശരിപ്പെടുത്തുകയാണ്. ഓരോ ആളുകളെയും ശരിപ്പെടുത്തുമ്പോൾ സവാദ് ബിൻ ഗസിയത്ത് റളിയല്ലാഹു അൻഹു ഒരല്പം മുന്നോട്ട് നിൽക്കുന്നുണ്ട്, അണിയിൽ നിന്ന് തെറ്റി നിൽക്കുന്നുണ്ട്. പ്രവാചകൻ തന്റെ അമ്പിന്റെ പിൻഭാഗം കൊണ്ട് അദ്ദേഹത്തിന്റെ വയറ്റത്ത് കുത്തിയിട്ട് അണിക്ക് നിൽക്ക്, ശരിക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുത്തി. അദ്ദേഹം പറഞ്ഞു പ്രവാചകരോട്, പ്രവാചകരെ, താങ്കൾ എന്നെ വേദനിപ്പിച്ചു, യുദ്ധത്തിന് പുറപ്പെട്ട താങ്കൾ എന്നെ പ്രയാസപ്പെടുത്തി, എനിക്ക് പ്രതികാരം ചെയ്യണം താങ്കളോട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി സവാദ് ബിൻ ഗസിയത്ത് റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകൻ ആ സമയത്ത് തന്റെ ശരീരത്തിൽ നിന്ന്, തന്റെ വയറിൽ നിന്ന് തന്റെ വസ്ത്രം എടുത്ത് പൊന്തിച്ചു കൊടുത്തു, തന്റെ നഗ്നമേനി കാണിച്ചു കൊടുത്തു. സവാദ് ബിൻ ഗസിയത്തിനോട് പറഞ്ഞു, ഇതാ പ്രതികാരം ചെയ്തോളൂ, നിന്റെ നഗ്നമേനിയിലാണല്ലോ ഞാൻ വേദനിപ്പിച്ചത്, ഇതാ എന്റെ നഗ്നമായ ശരീരം, താങ്കൾ വേദനിപ്പിച്ചോളൂ. സവാദ് ബിൻ ഗസിയത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലിംഗനം ചെയ്ത് അവിടെ പ്രവാചകന്റെ ആ വസ്ത്രം ഉയർത്തിപ്പിടിച്ച ഭാഗത്ത് തന്റെ കവിള് കൊണ്ട് ചുംബിച്ചു. അവിടെ വെച്ചൊരത് പ്രവാചകൻ ചോദിച്ചു, എന്താണ് സവാദെ നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഇതെന്റെ അവസാന നിമിഷമാണ്. അവസാന നിമിഷത്തിൽ അങ്ങയുടെ ദേഹം എന്റെ ദേഹത്തേക്ക് ചേർന്ന് വെക്കണമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച രംഗം, ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏതായാലും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടായി, ഒരുപാട് വിജയങ്ങളുണ്ടായി. പിന്നീട് മുസ്ലിമീങ്ങളുടെ മുഴുവൻ വിജയത്തിനും
മുസ്ലിമീങ്ങൾ ഇന്ന് ഇസ്ലാം നമ്മിലേക്ക് എത്തിയതിനും പിന്നിൽ ആ ഒരു ബദർ ദിനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ വിജയത്തിന്റെ പിൻമോടിയായിക്കൊണ്ടാണ് പിന്നീട് ഓരോ വിജയങ്ങളും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അല്ലാഹു തആല അത്തരം ഒരു വലിയ ഒരു വിജയം നമുക്ക് നൽകിയതും അതേപോലെ തന്നെ ആ വിജയം നൽകാമെന്ന് വാഗ്ദാനം നൽകി നമ്മളെ ആശ്വസിപ്പിക്കുന്നതും പിന്നീട് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അല്ലാഹു തആല അവൻ വാഗ്ദാനം നൽകിയ ആ വിജയം നമുക്ക് നൽകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാദാ, ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രാരാബ്ദങ്ങളും ഞങ്ങൾക്കുണ്ട് തമ്പുരാന്. നിന്റെ വാഗ്ദാനം നീ നിറവേറ്റുന്നവനാണ് നാദാ. ഞങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും ഞങ്ങളുടെ മുഴുവൻ പ്രാരാബ്ദങ്ങളും ഏറ്റവും അധികം കണ്ടറിയുന്ന തമ്പുരാന്, ഞങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന്. നാദാ, ഒരുപാട് ശത്രുക്കൾക്ക് മധ്യത്തിലാണ് ഞങ്ങളത്. പലരും പല നിലക്കും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നു മുസ്ലിം സമൂഹത്തിനെതിരിൽ. നാദാ, ഈ സംഘത്തെ വിജയിപ്പിക്കാമെന്ന് നീ വാഗ്ദാനം നൽകിയതാണ് തമ്പുരാന്. നിന്റെ വാഗ്ദാനം നീ ഞങ്ങൾക്ക് പാലിച്ചു തന്നെ തമ്പുരാന്. ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് നൽകണേ തമ്പുരാന്. നിന്റെ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. നാദാ, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, അതേപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് തമ്പുരാന്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ നാദാ. നാദാ, ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ കർമ്മങ്ങളും സ്വാലിഹായ സൽക്കർമ്മങ്ങളാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ നമസ്കാരം, അതേപോലെ തന്നെ ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾക്ക് നീ പരലോകത്ത് ഏറ്റവും പുണ്യകരമായ ഒരു സംവിധാനമാക്കി നീ തിരിച്ചു നൽകണേ തമ്പുരാനെ. അവ ഞങ്ങൾക്ക് പരലോകത്ത് ഞങ്ങൾക്ക് അമലു സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വലിൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.